ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ തിരഞ്ഞെടുപ്പെടുന്ന സംസ്ഥാനങ്ങളിലുമടക്കം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ, അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകുമോ കൊട്ടമുണ്ടാകുമോ എന്നുള്ളത് ABP സി വോട്ടർ നടത്തിയ സർവേ ഫലം ഇങ്ങനെയാണ്. മധ്യപ്രദേശിൽ ആകെയുള്ളത് 29 സീറ്റാണ്. മധ്യപ്രദേശിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ BJP അധികാരത്തിലിരിക്കുന്നത്. മധ്യപ്രദേശിൽ 29 സീറ്റാണ്. 29 സീറ്റിൽ BJP 27 തൊട്ട് 29 സീറ്റ് വരെ നേടിയേക്കാം. അതായത് മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയേക്കാം എന്നുള്ളതാണ് പുതിയ സർവേ ഫലം വരുന്നത്. കോൺഗ്രസ് 0 തൊട്ട് 2 സീറ്റ് വരെ നേടിയേക്കാം. ഒരുപക്ഷെ അതിനുള്ള സാധ്യതകളും കുറവാണ്. ഇതുവരെ വന്ന സർവേ ഫലങ്ങളെല്ലാം BJPക്ക് വലിയ മുൻതൂക്കം തന്നെയാണ്. ഒരുപക്ഷെ 29 BJP മധ്യപ്രദേശിൽ നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൽ സീറ്റ് 11ആണ്. BJP 9 to 11 നേടും. കോൺഗ്രസ് 0 തൊട്ട് 2 വരെ നേടിയേക്കാം എന്ന് പറയുമ്പോൾ 11 സീറ്റിൽ 11 BJP നേടാനുള്ള സാധ്യതകളിലേക്കാണ് ഛത്തീസ്ഗഡ് 3. രാജസ്ഥാനിൽ 25 സീറ്റാണുള്ളത്. അവിടെ BJP 23 to 25 നേടും. കോൺഗ്രസ് 1 മുതൽ 2 സീറ്റ് വരെ നേടിയേക്കാം. ഏതായാലും അവിടെയും തൂത്തുവാരും BJP എന്നുള്ളത് വ്യക്തമാണ് ഈ സർവേയിലൂടെ. കർണാടകത്തിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൽ സീറ്റ് 28ആണ്. BJP 22 തൊട്ട് 24 സീറ്റ് വരെ നേടും. കോൺഗ്രസ് 4 തൊട്ട് 6 സീറ്റ് വരെ നേടി ഒതുങ്ങും എന്ന് തന്നെയാണ് കർണാടകത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ സർവേ ഫലം. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ദക്ഷിണേന്ത്യ തന്നെയാണ്. ആ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ കോൺഗ്രസ് 4 to 6 എന്ന നിലയിലേക്ക് തകർന്നടിയും എന്ന് തന്നെയാണ് പുതിയ സർവേ ഫലം പറയുന്നത്. തെലങ്കാനയിൽ 17 സീറ്റാണ്. അവിടെ BJP അവരുടെ കഴിഞ്ഞ തവണത്തെ 4 സീറ്റ് എന്നുള്ള നില അതേപോലെ തന്നെ നിലനിർത്തുമ്പോൾ കോൺഗ്രസ് അവിടെ നേട്ടമുണ്ടാക്കും. 9 തൊട്ട് 11 സീറ്റ് വരെ കോൺഗ്രസ് നേടുമ്പോൾ BRS ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS 1 മുതൽ 3 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.